വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് LSTMഉം GRUം എങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ ഇതിൻ്റെ എക്സ്പെരിമെൻ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ സാധാ സിമ്പിൾ RNNഉം അതുപോലെ LSTM അല്ലെങ്കിൽ GRU ഉപയോഗിക്കുമ്പോൾ അതിൽ വന്ന പെർഫോമൻസിൻ്റെ കമ്പാരിസണാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ ഇത് രണ്ടും ഒന്നിച്ച് ചോദിക്കണമെന്നില്ല. ചിലപ്പോൾ LSTMഉം സിമ്പിൾ RNN മാത്രമേ ചോദിക്കുള്ളൂ, അല്ലെങ്കിൽ സിമ്പിൾ RNNഉം GRU മാത്രം ചോദിക്കുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് ഏതാ ചോദിക്കണം അത് മാത്രം ചെയ്താൽ മതി. ഇതിൻ്റെ കോഡ് ഭയങ്കര സിമ്പിളാണ്. കാരണം ഈ സിമ്പിൾ RNNൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആകെ ഒരു 2 ചേഞ്ച് മാത്രമേ ഇതിലുള്ളൂ. ബാലൻസ് എല്ലാം സെയിം ആണ്. പിന്നെ ആകെ ഇവിടെ കോഡിൽ വ്യത്യാസം ഉണ്ടാവും, അതെന്താണെന്ന് ഞാൻ പറയാം. പക്ഷേ രണ്ട് സംഭവം സെയിം ആണ്. ലെയറിൽ മാത്രമാണ് ആകെ വ്യത്യാസം വരുന്നുള്ളൂ. ഈ പ്രീ പ്രോസസ്സിങ് സ്റ്റെപ്പ് എല്ലാം സെയിം ആണ്. പിന്നെ ഇമ്പോർട്ടിങ്ങിൽ ഇവിടെ നമുക്ക് LSTMഉം GRUം കൂടി വേണ്ടായിരുന്നു. ആ 2 ലെയറും കൂടി ഇമ്പോർട്ട് ചെയ്യണം. ബാലൻസ് എല്ലാ കാര്യങ്ങളും സെയിം ആണ്, ലൈബ്രറീസ് എല്ലാം സെയിം ആണ്, പ്രീ പ്രോസസ്സിങ് സെയിം ആണ്, മോഡലിൻ്റെ ക്രിയേറ്റ് ചെയ്യണ രീതിയും സെയിം ആണ്. ആകെ ഒരു ലെയറിൽ മാത്രമേ വ്യത്യാസം വരുള്ളൂ. അത് എവിടെയെന്ന് വെച്ചാൽ നമ്മളവിടെ മോഡൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അറിയായിരുന്നു എംബഡിങ് ലെയർ, പിന്നെ ആഡ് ചെയ്തത് സിമ്പിൾ RNN ആണ്. അപ്പോൾ ഇവിടെ വന്ന ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ സിമ്പിൾ RNN വന്നോടത്ത് ഇപ്പം നിങ്ങൾ LSTMൻ്റെ ആണ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആ സിമ്പിൾ RNN ആരവിടെ കൊടുക്കേണ്ടത് LSTM എന്നാണ്. അതേപോലെ GRUനാണ് ഡിസൈൻ ചെയ്യണമെങ്കിൽ അവിടെ കൊടുക്കേണ്ട രണ്ടാമത്തെ ലെയർ GRU ആണ്. ആ ഒരൊറ്റ ചേഞ്ചേ ഉള്ളൂ. പിന്നെ ഇവിടെ ഇങ്ങനെ ലൂപ്പ് ഇട്ട് കൊടുത്തതാണ് എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ ചെയ്യണ കമ്പാരിസണാണ്. അപ്പോൾ കമ്പാരിസൺ കാരണം ചെയ്യാൻ എളുപ്പത്തിനാണ് ഇവിടെ ലൂപ്പ് കൊടുത്തത്. അല്ലാണ്ട് ഇപ്പോൾ നിങ്ങളോട് LSTM മാത്രമേ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളെങ്കിൽ നമ്മൾ സിമ്പിൾ RNN ചെയ്ത സെയിം പരിപാടി തന്നെയാണ്. ഇത്രയും കാര്യം നിങ്ങൾക്കറിയാം ലാസ്റ്റ് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ. ആകെ വരുന്ന ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ നമ്മളവിടെ രണ്ടാമത്തെ ലെയർ സിമ്പിൾ RNN ആണ് കൊടുത്തത്. അതിന് പകരം ഇപ്പോൾ GRU ആണ് ചോദിച്ചെങ്കിൽ GRU കൊടുക്കുക, അതേപോലെ LSTM ആണ് ചോദിച്ചാണെങ്കിൽ അത് കൊടുക്കുക. ആ ഒരൊറ്റ ചേഞ്ചേ ഉള്ളൂ. ഇനി ഇവിടുത്തെ ലൂപ്പ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞത് നമ്മളിവിടെ ചെയ്യണത് മൂന്നും തമ്മിൽ ചെയ്യുമ്പോഴുള്ള പെർഫോമൻസ് കമ്പയർ ചെയ്യാനാണ് നമ്മൾ ഇത് ചെയ്യണത്. അപ്പോൾ ആ ഒരു എളുപ്പത്തിന് എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ 3 ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചു. 4 ലിസ്റ്റ് ഉണ്ട്. ആദ്യത്തെ ലിസ്റ്റിൽ ഓരോ മോഡലിൻ്റെ പേര് മാത്രം. പിന്നത്തെ ലിസ്റ്റ് 2 ലോസും ആക്യുറസിയും. ഇതിൽ നമ്മൾ ഓരോ മോഡലിൻ്റെ ലോസ് കണ്ടുപിടിച്ചിട്ട് ഈ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്ത് വയ്ക്കും. അതേപോലെ ഓരോന്നിൻ്റെ ആക്യുറസിയും ആഡ് ചെയ്ത് വയ്ക്കും. അതേപോലെ ഓരോ മോഡലിൻ്റെ ഹിസ്റ്ററിയും ആഡ് ചെയ്ത് വയ്ക്കും. ഹിസ്റ്ററി ആഡ് ചെയ്യണം എന്താണെന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നുണ്ട്, കർവ് പ്ലോട്ട് ചെയ്യുന്നുണ്ട് വാലിഡേഷൻ്റെ. അതിന് വേണ്ടിയിട്ട് ഹിസ്റ്ററി എടുത്ത് വയ്ക്കണേ. അപ്പോൾ ഹിസ്റ്ററി എടുത്ത് വയ്ക്കാൻ ഒരു ലിസ്റ്റ്, അങ്ങനെ മൊത്തം 4 ലിസ്റ്റ്. ഇത് ഞാൻ പറഞ്ഞു കമ്പാരിസൺ ആവുകൊണ്ടാണ് ഈ ലൂപ്പ് ഇട്ടാണ് ഇങ്ങനെ 4 വെച്ച്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരെണ്ണം മാത്രം എടുത്ത് ചോദിച്ചിട്ടുള്ളൂ ഇംപ്ലിമെൻ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമ്മുടെ ലാസ്റ്റ് വീഡിയോയിലെ സെയിം തന്നെ. ആകെ ചേഞ്ച് വന്നത് സിമ്പിൾ RNNന് പകരം അവിടെ വന്നത് ഏതാണ് ചോദിച്ചാൽ ആ ലെയർ ആയിരിക്കും, ഇമ്പോർട്ട് ചെയ്തുകൊണ്ടാവണം ആ ലെയർ, അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി ഈ ലൂപ്പിൽ എന്താ നടക്കണമെന്ന് നോക്കാം. അപ്പോൾ ലൂപ്പിൽ നമ്മൾ പാസ് ചെയ്യണ മോഡൽ നെയിമും അതേപോലെ ഇവിടെ ഓരോ ലെയറുകളാണ് ഈ ലൂപ്പിൻ്റെ അകത്തേക്ക് നമ്മൾ ലിസ്റ്റായിട്ട് കൊടുത്താണ് ഇറ്ററേറ്റ് ചെയ്യാൻ. അപ്പോൾ ഈ ലെയർ എന്നുള്ള വേരിയബിൾ ഇറ്ററേറ്റ് ചെയ്യണത് എന്തിലായിരിക്കും? ഈ 3 ലെയറിലായിരിക്കും ഇറ്ററേറ്റ് ചെയ്യണേ. അപ്പോൾ ഇവിടെ നോക്കി മോഡൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ രണ്ടാമത്തെ ലെയർ എന്നുള്ളിടത്ത് ലൂപ്പ് വേരിയബിൾ വന്നാണ്. ലൂപ്പിൻ്റെ വേരിയബിളാണ് ലെയർ. അപ്പോൾ ഇവിടെ എന്താ വരാ, ആദ്യത്തെ ഇറ്ററേഷനിൽ ഇവിടെ വന്നത് സിമ്പിൾ RNN ആയിരിക്കും, രണ്ടാമത്തെ ഇറ്ററേഷനിൽ അവിടെ വന്നത് LSTM ആയിരിക്കും, മൂന്നാമത്തെ ഇറ്ററേഷനിൽ GRU ആയിരിക്കും. അത്രേ ഉള്ളൂ. അപ്പോൾ ലെയർ നമ്മളിവിടെ ലിസ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഓരോ തവണയും മോഡൽ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് ആ ലെയർ ഇവിടെ റീപ്ലേസ് ആയിക്കോളും. അപ്പോൾ ഇതാണ് മോഡൽ നമ്മുടെ നെറ്റ്വർക്കിൻ്റെ സ്ട്രക്ചർ. സെയിം ആണ്, ലാസ്റ്റ് ചെയ്തത് സെയിം ആണ്. ആ സെക്കൻഡ് ലെയറിൽ മാത്രമാണ് ഈ ചേഞ്ച് വരുന്നുള്ളൂ. പിന്നെ മോഡൽ കമ്പയർ ചെയ്യുക, അത് സെയിം ആണ്. എന്നിട്ട് ട്രെയിനും ചെയ്യുക. എന്നിട്ട് ഈ ഹിസ്റ്ററി നമ്മളിവിടെ എടുത്ത് വയ്ക്കുന്നുണ്ട്. ഹിസ്റ്ററി എടുത്ത് വയ്ക്കാൻ നമ്മൾ ഹിസ്റ്ററീസ് എന്ന് പറഞ്ഞ ലിസ്റ്റ് ഉണ്ടാക്കിയാണ്. അപ്പോൾ ആ ലിസ്റ്റിലേക്ക് അപ്പൻഡ് ചെയ്തു. പിന്നെ നമ്മൾ ചെയ്യണം എന്താണെന്ന് വെച്ചാൽ മോഡലിൻ്റെ ഇവാലുവേറ്റ് മെത്തേഡ് ഉപയോഗിച്ച് ടെസ്റ്റ് കേസിലുള്ള ലോസും ആക്യുറസിയും കണ്ടുപിടിച്ചു. എന്നിട്ട് അത് കറസ്പോണ്ടിങ് ലിസ്റ്റുകളിലേക്ക് ആഡ് ചെയ്തു. ലോസിൻ്റെ ലിസ്റ്റിലേക്ക് ലോസും അതേപോലെ ആക്യുറസിയുടെ ലിസ്റ്റിലേക്ക് ആക്യുറസിയും ആഡ് ചെയ്തു. ഇത്രയും കാര്യമാണ് നമ്മൾ ഈ ലൂപ്പ് ഉപയോഗിച്ച് ചെയ്യണേ. ഇവിടെ ഈ 3 മോഡലും ചെയ്യണ കാരണമാണ് ഈ ലൂപ്പ് ഇട്ട് ചെയ്യണേ. നിങ്ങളോട് കമ്പാരിസണ് പകരം ഒറ്റ ഏതെങ്കിലും മോഡൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ചോദിച്ചാൽ നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ സെയിം ആണ്, ആ ലെയറിന് മാത്രം ചേഞ്ച് വരുള്ളൂ. അപ്പോൾ ഇത് വർക്കായി കഴിയുമ്പോൾ ഇത് കുറച്ച് ടൈം എടുക്കും. കാരണം നിങ്ങൾക്കറിയാം 3 മോഡലാണ് നമ്മളിവിടെ ബിൽഡ് ചെയ്യണേ. അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് ടൈം എടുക്കും ഇത് റൺ ആവാനായിട്ട്.
പിന്നെ ഇവിടെ വെർബോസ് ഓൾറെഡി ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്തിനാന്ന് വെച്ചാൽ എല്ലാ ഇപ്പോക്കിൻ്റെയും ഈ ബാറ് പോലെ വരില്ല, ഫൈനൽ മാത്രമേ പ്രിൻ്റ് ആവുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഈ വെർബോസ് 0 കൊടുക്കണേ. അടുത്ത പരിപാടി നമ്മുടെ ആക്യുറസിയുടെ ഇത് പ്ലോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി ഐറ്റംസ് എല്ലാം ഹിസ്റ്ററീസിൽ എല്ലാ മോഡലിലും ഹിസ്റ്ററീസ് എന്ന് പറഞ്ഞ ലിസ്റ്റിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ ലിസ്റ്റിൽ കൂടി ഇറ്ററേറ്റ് ചെയ്യും. എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഓരോന്നിൻ്റെയും ആക്യുറസി എടുത്തിട്ട് നമ്മൾ പ്ലോട്ട് ചെയ്യും. പ്ലോട്ട് ചെയ്യുമ്പോൾ ഇവിടെ പ്ലോട്ട് ആയി വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ബ്ലൂ കളറാണ് സിമ്പിൾ RNNൻ്റെ, ഓറഞ്ച് കളറാണ് നമ്മുടെ ഈ LSTMൻ്റെ, ഗ്രീൻ ഇതിൻ്റെ. അപ്പോൾ ഇത് നോക്കിയാൽ തന്നെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഈ സിമ്പിൾ RNNനേക്കാൾ വളരെ ഹയർ ആയിട്ടുള്ള ആക്യുറസിയാണ് ബാക്കി 2 മോഡൽസും തന്നാണ്. അതാണ് നമ്മൾ ഈ എക്സ്പെരിമെൻ്റ് വെച്ച് കാട്ടണേ. ഈ നമ്മുടെ LSTM അല്ലെങ്കിൽ GRU ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ പെർഫോമൻസ് കൂടും, അത്രേ ഉള്ളൂ. പിന്നെ ലാസ്റ്റായിട്ട് നമ്മളെല്ലാത്തിൻ്റെയും ആക്യുറസി പ്രിൻ്റ് അയക്കുന്നുണ്ട്. ഇത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും LSTMനും അതേപോലെ GRUനും ആക്യുറസി നമ്മുടെ സിമ്പിൾ RNNനേക്കാൾ കൂടുതലായിരിക്കും. അപ്പോൾ ഇത് കോഡ് സിമ്പിളാണ്. സിമ്പിൾ RNN മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി, ആകെ ആ ലെയർ മാത്രമേ റീപ്ലേസ് ആവുള്ളൂ. പിന്നെ ഇങ്ങനെ കമ്പാരിസനായിട്ട് ചോദിക്കുമ്പോഴാണ് ലൂപ്പിട്ട് ചെയ്യണേ. അത് നിങ്ങൾക്ക് ഇങ്ങനെ ലൂപ്പിടാൻ പാടാണെങ്കിൽ ഓരോ മോഡലായിട്ട് ഉണ്ടാക്കുക, എന്നിട്ട് സെപ്പറേറ്റ് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തോ അങ്ങനെ നിങ്ങൾക്ക് ഏത് രീതിയിലാണോ ചെയ്യാൻ എളുപ്പമായിട്ട് തന്നെ ആ രീതിയിൽ ചെയ്താലും കുഴപ്പമില്ല.